ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. CBSE അഥവാ NCERT പുസ്തകങ്ങളിലെ കണക്കുകൾ ചർച്ച ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ 2 വീഡിയോസ് കാണാത്തതുണ്ടെങ്കിൽ കണ്ടേക്കണം. ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റ് തന്നേക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ദ വോളിയം ഓഫ് എ ക്യൂബ് ഈസ് 64 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇറ്റ്സ് സർഫസ് ഏരിയ ഈസ്. അപ്പോൾ ഒരു ക്യൂബിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. വോളിയം എന്ന് വെച്ചാൽ വ്യാപ്തം അല്ലേ, വ്യാപ്തമാണ് അവർ തന്നിട്ടുള്ളത്. വ്യാപ്തത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ആ ഇക്വേഷനും കൂടെ ചേർത്തങ്ങ് എഴുതി പോകാം. വ്യാപ്തം എ ക്യൂബിൽ ക്യൂബിൻ്റെ എ ക്യൂബാണ്, അത് 64ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സർഫസ് ഏരിയ, ഉപരിതല വിസ്തീർണം അല്ലേ. ഉപരിതല വിസ്തീർണമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, എന്താണ്? 6a². ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? എ കണ്ടുപിടിക്കുക അല്ല, ഒരു വശം കണ്ടെത്താം. 64ൻ്റെ ക്യൂബ് റൂട്ടാണ് ഇപ്പോൾ എടുക്കേണ്ടത് അല്ലേ. എ ക്യൂബ് 64 ആണെങ്കിൽ 64ൻ്റെ ക്യൂബ് റൂട്ട്. 64ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? നമുക്കറിയാം 4ആണ്. 4 16, 16 ഗുണം 4 ആണ് 64. സോ എ എത്ര കിട്ടി? 4 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 6a² കണ്ടെത്താം. 6a² കണ്ടെത്താൻ വേണ്ടി 6 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 4ൻ്റെ സ്ക്വയർ 16ആണ്. അപ്പോൾ 16 ഗുണം 6 വേണം ചെയ്യാൻ. 16 ഗുണം 6 ചെയ്യുമ്പോൾ എത്ര വരുന്നത് നമുക്ക്? 6 6 36, 6 ശിഷ്ടം 3, 1 6 6 3 9, 96 എന്ന് വരും. സോ 96 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇഫ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ട്രിപ്പിൾ ബട്ട് ഇറ്റ്സ് കർവ്ഡ് സർഫസ് ഏരിയ ഈസ് അൺചേഞ്ച്ഡ് ദെൻ ഇറ്റ്സ് ഹൈറ്റ് വിൽ ബി. ഒരു എന്താണ്, സിലിണ്ടർ അല്ലേ, വൃത്തസ്തംഭമുണ്ട്. അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരം എന്ത് ചെയ്തു? 6 ആയിരുന്നു, ട്രിപ്പിൾ ആക്കി, അതായത് 3r ആക്കി മാറ്റി, 3 ടൈംസ് ആക്കി മാറ്റി. അങ്ങനെ മാറ്റിയിട്ടും അവൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയ്ക്ക് മാറ്റമൊന്നുമില്ല. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ വക്രമുഖ വിസ്തീർണം എന്ന് പറയാം. വക്രമുഖ വിസ്തീർണം എന്ന് പറയാം. ഈ സിലിണ്ടറിൻ്റെ വക്രമുഖ വിസ്തീർണം ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നതാണ്. ഇക്വേഷൻ എന്താണ്? ഒരു PDF ഞാൻ തന്നിരുന്നു. കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ വന്നത് പിക്ക് ചെയ്യണം കേട്ടോ. വക്രമുഖ വിസ്തീർണം എന്ന് പറയുന്നത് 2πr × h ആണ്. അതായത് പാദ ചുറ്റളവ്, ഇവിടുത്തെ പാദ ചുറ്റളവിനെ ഉയരം കൊണ്ടങ്ങ് ഗുണിച്ചാൽ മതി. പാദം എന്ന് പറയുമ്പോൾ വൃത്തത്തിൻ്റെ രൂപമല്ലേ, അതിൻ്റെ ചുറ്റളവിനെ ഉയരമായ ഹൈറ്റ് കൊണ്ട് ഗുണിക്കണം. ഈ കാണുന്ന ഹൈറ്റ് കൊണ്ട് അങ്ങ് ഗുണിക്കണം. അപ്പോൾ വൃത്തത്തിൻ്റെ ചുറ്റളവ് 2πr ആണ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ 2πr × h എന്ന് വരും. ഓക്കെ, അപ്പോൾ 2πr h ആണ് വക്രമുഖ വിസ്തീർണം സാധാരണ ഇക്വേഷൻ വരിക. അപ്പോൾ ഇത് രണ്ടാമത്തെ കേസിൽ ഇങ്ങോട്ട് വന്നപ്പോഴും മാറ്റമൊന്നുമില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് തന്നെ വന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2πr h തന്നെയാണ് വന്നിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ റേഡിയസിന് മാറ്റമുണ്ട് അല്ലേ. റേഡിയസ് 3r ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആറിൻ്റെ പകരം ഇവിടെ 3r ആയിട്ടും നെറ്റ് വാല്യൂവിന് മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിൽ 3r ആയിട്ടും, അപ്പോൾ ഇത് 6 അല്ല, ശരിക്കും ഇവിടെ എന്താണ്? 3r ആണ് കിടക്കുന്നത്. എന്നിട്ടും മാറ്റമൊന്നും ഉണ്ടായില്ല എങ്കിൽ 2πr h തന്നെയാണത് ഇപ്പോഴും അതേ വക്രമുഖ വിസ്തീർണമാണ് എങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അതായത് ഈ എക്സ്ട്രാ ഇവിടെ വന്നിരിക്കുന്നപ്പോൾ 3 മാത്രമാണല്ലേ. 6 അതുപോലെ തന്നെ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നതിൽ എക്സ്ട്രാ വന്നിരിക്കുന്നത് 3 മാത്രമാണ്. ആ 3 ഇല്ലാതാവും. ആ 3 ഇല്ലാതെയാവണമെങ്കിൽ എന്ത് ചെയ്യണം? താഴത്തൊരു 3 വേണം അല്ലേ. മനസ്സിലായോ? ആ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ റേഡിയസ് 3 മടങ്ങായപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ചെയ്യുമ്പോൾ മേളിലൊരു 3r വരണം. അങ്ങനെ 3r വന്നിട്ടും ആ 3 ഇല്ലാണ്ടാവുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? താഴത്തെ ഒരു 3 വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ ഇത് തമ്മിൽ വെട്ടിപ്പോവുകയും പഴയ പോലെ തന്നെ 2πr h എന്ന് പറയുന്ന ആദ്യത്തെ വാല്യൂ തന്നെ ആവുകയുമുള്ളൂ. ഓക്കെ അല്ലേ? കൺസെപ്റ്റ് പിടി കിട്ടിയോ? അപ്പോൾ ഇനി നിങ്ങളൊന്ന് നോക്കിയേ. 2 ഉണ്ട്, അതുപോലെ പൈ ഉണ്ട്, അതുപോലെ ഇപ്പോൾ റേഡിയസ് 3r ആണ്. ആ 3rനെ വെട്ടിപ്പോകണമെങ്കിൽ താഴത്തൊരു 3 വേണം. ആ 3 എവിടെ നിന്ന് വരും? എച്ചിൻ്റെ കൂടെ വരും. അതായത് ഇപ്പോഴത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h/3 ആണ്. ഇപ്പോഴത്തെ ഹൈറ്റ് h/3 ആണ്. അതായത് ആദ്യത്തെ ഹൈറ്റിൻ്റെ 3/1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1/3 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇതൊരല്പം ലോജിക്കും കൂടി വെച്ചിട്ട് എഴുതേണ്ട ഒരു കണക്കാണ്, ചെയ്യേണ്ട ഒരു കണക്കാണ്. എനിക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം, ഹൗ മെനി സ്മോൾ ക്യൂബ്സ് വിത്ത് എഡ്ജ് ഓഫ് 20 centimeters ഈച്ച് ക്യാൻ ബി ജസ്റ്റ് അക്കോമഡേറ്റഡ് ഇൻ എ ക്യൂബിക്കൽ ബോക്സ് ഓഫ് 2 meter എഡ്ജ്. അതായത് 20 സെൻറ്റിമീറ്റർ എഡ്ജുള്ള ചെറിയ ക്യൂബുകൾ കുറേണമുണ്ട്. അതുപോലത്തെ എത്ര ക്യൂബുകളാണ് 2 മീറ്റർ എഡ്ജുള്ള, 2 മീറ്റർ വീതം വശമുള്ള ഒരു വലിയ ക്യൂബിനകത്ത് കൊള്ളുക? അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, വലിയതിൻ്റെ അകത്ത് എത്ര ചെറുത് കൊള്ളുമെന്നോ വലുതുരുക്കിയാൽ എത്ര ചെറുത് കിട്ടുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കമ്പാരിസൺ വരുന്ന എന്ത് തമ്മിലാണ്? വോളിയംസ്, വ്യാപ്തം തമ്മിലാണ്. അപ്പോൾ ഇവിടെ എണ്ണം കണ്ടെത്താൻ അല്ലേ, എണ്ണം കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? വലുതിൻ്റെ വ്യാപ്തത്തെ ചെറുതിൻ്റെ വ്യാപ്തം കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി. ഇവിടെ വലുതാരാണ്?
വലുതെന്ന് പറയുമ്പോൾ 2 മീറ്റർ എഡ്ജ് വെച്ചിട്ടുള്ള ആ ഒരു ക്യൂബാണ്. അപ്പോൾ അതിൻ്റെ വോളിയം അല്ലേ 2 മീറ്റർ എഡ്ജുള്ളതിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ 2 × 2 × 2 ആണ്. ഓക്കെ അല്ലേ? അതാണ് അതിൻ്റെ വാല്യൂ. ഡിവൈഡർ ബൈ അപ്പോൾ മേലുള്ളത് മീറ്ററിലാണ് കിടക്കുന്നത് കേട്ടോ. മേലുള്ളത് മീറ്ററിലാണ്, ഒന്ന് എഴുതി വെച്ചേക്കാം നമുക്ക് അവിടെ. ആ 2 എല്ലാം മീറ്ററിലാണ്. ഡിവൈഡർ ബൈ എന്താണ്? ചെറുതിൻ്റെ വോളിയം അല്ലേ. ചെറുതിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ 20 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ള, അപ്പോൾ 20 × 20 എല്ലാം സെൻറ്റിമീറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് വെട്ടിയിട്ട് ആൻസർ കിട്ടുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ക്യൂബ്സ് എത്ര വലുതിനകത്ത് എത്ര ചെറുത് കൊള്ളും നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് തന്നിരിക്കുന്ന മീറ്ററിലും മറ്റൊരു യൂണിറ്റ് തന്നിരിക്കുന്ന സെൻറ്റിമീറ്ററിലുമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ മീറ്ററിലുള്ള എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. മീറ്ററിലുള്ളതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, 100 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ ഓരോ രണ്ടിനെയും, ഈ കാണുന്ന രണ്ടിനെ 100 കൊണ്ട് ഗുണിക്കണം, ഇതിനെ 100 കൊണ്ട് ഗുണിക്കണം, ഇതിനെ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എല്ലാത്തിനും നമ്മളൊന്ന് 100 കൊണ്ട് ഗുണിക്കാൻ പോവാണ്. സോ ഒരു 3 തവണ നമുക്ക് 100 മേലെ എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതും കൂടി എഴുതാം, 100 × 100. ഓക്കെ അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സെൻറ്റിമീറ്റർ മീറ്ററൊക്കെ മാറി ഇപ്പോൾ എല്ലാം എന്തായി, ഒരേ യൂണിറ്റിലേക്ക് മാറി, എല്ലാം സെൻറ്റിമീറ്ററിലേക്ക് മാറി. ഇനി നമുക്ക് വെട്ടാവുന്നതൊക്കെ വെട്ടാം. അപ്പോൾ നമുക്ക് 0 കാണുന്നതൊക്കെ നമുക്ക് ആദ്യം അങ്ങ് വെട്ടിക്കളയാം. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, ദേ ഒരു 0, ദേ ഒരു 0, ഇവിടെ 0, ഇവിടെ 0 എല്ലാം അങ്ങ് വെട്ടി. ദെൻ 2 കുറച്ച് 2കൾ കിടപ്പുണ്ട്. ഇവിടെ 2, ഇവിടെ 2, ഇത് 2, ഇത് 2, ഇത് 2, ഇത് 2. പിന്നെ എന്താ ഉള്ളത്, ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ ആ 1ഉം ഒരു 3 0ഉം 1000 എണ്ണം എന്നുള്ളതായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി 1000 ആയിരിക്കും നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം എന്താണ്? ദ വോളിയം ഓഫ് എ സിലിണ്ടർ ഹൂസ് റേഡിയസ് r ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഹൈറ്റ്. അതായത് ഒരു സിലിണ്ടർ, ഒരു വൃത്തസ്തംഭം, അതിൻ്റെ ആരമെന്ന് പറയുന്നത് അവർ 6 എന്ന് തന്നിരിക്കുന്നു, റേഡിയസ് 6 എന്ന് തന്നിരിക്കുന്നു. ആ r എന്തിന് തുല്യമാണ്? അതിൻ്റെ ഉയരത്തിനും തുല്യമാണ്. അതായത് ഉയരമെന്ന് നമ്മൾ വിളിക്കാറുള്ള h എന്ന് വിളിക്കാറുള്ള ആ വാല്യൂ എന്തിന് തുല്യമാണ്? ആരത്തിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ്റെ വോളിയമാണ് ചോദിച്ചിട്ടുള്ളത്, വ്യാപ്തമാണ് ചോദിച്ചിട്ടുള്ളത്. വ്യാപ്തത്തിന് നമുക്ക് ഇക്വേഷൻ അറിയാം. സിലിണ്ടറിൻ്റെ വ്യാപ്തം എന്ന് പറയുമ്പോൾ അത് πr² h ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് കൊടുക്കാം, പൈ കൊടുക്കാം, r² 6 തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ആരം 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എച്ചിന് പകരം എന്ത് കൊടുക്കുക? എച്ചിന് പകരം 6 തന്നെ കൊടുക്കുക. സോ 6 തന്നെ കൊടുത്തു. അപ്പോൾ എങ്ങനെ എഴുതാം? π × r² × r. r² × r എന്താണ്? r³ അല്ലേ. അപ്പോൾ r³ π എന്ന് പറയാം, അല്ലെങ്കിൽ πr³ എന്ന് പറയാം. സോ ഇതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ സി πr³ ആയിരിക്കും നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ദ വോളിയം ഓഫ് എ ക്യൂബ് ഹൂസ് എഡ്ജ് ഈസ് 3x. അതായത് 3x വശത്തിൻ്റെ അളവ് 3x ആയ വശം എ എന്ന് പറയുന്നത് 3x ആണെങ്കിൽ അതിൻ്റെ വോളിയം, വ്യാപ്തം എത്ര എന്നുള്ളതാണ് ചോദ്യം. വ്യാപ്തത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വ്യാപ്തം എന്താണ്? a³ ആണ്. a³ എന്ന് പറയുമ്പോൾ 3x-ൻ്റെ ക്യൂബ് കാണണം അല്ലേ. 3x-ൻ്റെ ക്യൂബ് കാണാൻ പറയുമ്പോൾ 3x³ എന്ന് പറഞ്ഞ് എഴുതി ഒരു വര ഇട്ടിട്ട് ശരിയാണെന്ന് പറഞ്ഞിട്ട് വരരുത്. എന്ത് ചെയ്യണം? 3x-ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? 3x-ൻ്റെ ക്യൂബ് ഇങ്ങനെ വേണം എഴുതാൻ. അപ്പോൾ എന്ത് പറ്റും? 3³ × x³. 3³ എന്ന് പറയുമ്പോൾ 3 9 9 27 x³ എന്നുള്ളതായിരിക്കും ആൻസർ. അപ്പോൾ ഇത് തെറ്റാണ്, ഇതായിരിക്കും നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്, എന്നിട്ട് പറഞ്ഞിരിക്കുന്നു ദി ഫിഗർ ABCD ഈസ് എ ക്വാഡ്രിലാറ്ററൽ ഇൻ വിച്ച് AB = CD ആൻഡ് BC = AD. ഇറ്റ്സ് ഏരിയ ഈസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടു. അതായത് ഇതിൻ്റെ വിസ്തീർണമാണ് കണ്ടെത്തേണ്ടത്. ഇതിലൊരു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കാണുന്ന ADയും എന്താണ് നമ്മുടെ BCയും ഈക്വലാണ്. അതുപോലെ തന്നെ ABയും DC അല്ലെങ്കിൽ CDയും ഈക്വലാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഓപ്പോസിറ്റ് വശങ്ങൾ ഈക്വലാണ്. ഈ രൂപത്തിൻ്റെ വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡയഗണൽ, ഒരു ഡയഗണൽ തന്നിട്ടുണ്ട്, അത് 12 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലെങ്ത് തന്നിട്ടുണ്ട്, അത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു രൂപത്തിനെ വിളിക്കുന്ന പേര് റോംബസ് എന്നാണ് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ സമഭുജ സാമാന്തരികം നമുക്ക് വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇവൻ്റെ ഏരിയ കണ്ടെത്താൻ നിങ്ങൾക്ക് അറിയാം എന്താണ് ഏരിയ വരുന്നത്. അതിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ½ d1 d2 അല്ലെ, ½ d1 d2 ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഹാഫ് എഴുതി. D1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഡയഗണൽ ഈ കാണുന്ന 12 സെൻറ്റിമീറ്റർ എന്നവർ തന്നിട്ടുണ്ട്. സോ 12 സെൻറ്റിമീറ്റർ. അടുത്ത ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിലാണല്ലോ, ഇത് ഇങ്ങോട്ട് ഇത്രയുമാണ് അടുത്ത ഡയഗണൽ. അതിൽ ഈ കാണുന്ന ഭാഗം 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇത് നമുക്കറിയാം റോംബസിലെ ഡയഗണലുകൾ, ഈ വികരണങ്ങൾ പരസ്പരം പെർപെൻഡിക്കുലറായിട്ട് ബൈസെക്റ്റ് ചെയ്യും. പെർപെൻഡിക്കുലറായിട്ട് എന്ന് പറഞ്ഞാൽ ലംബമായിട്ട്, ബൈസെക്റ്റ് എന്ന് പറഞ്ഞാൽ സമമായിട്ട് ഭാഗിക്കും. അപ്പോൾ സമമായിട്ട് ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടം വരെ 3 ആണെങ്കിൽ ഇവിടം വരെയും 3 ആയിരിക്കും. സോ 3 6 സെൻറ്റിമീറ്റർ ആയിരിക്കും മൊത്തം ആ ഡയഗണലിൻ്റെ ലെങ്ത് എന്ന് പറയും. സോ രണ്ടാമത്തെ ഡയഗണൽ നമുക്ക് D2-ന് പകരം 6 എന്ന് കൊടുക്കാം. ഇനി വെട്ടാവുന്ന വെട്ടാം, 12ഉം 2ഉം കൂടി വെട്ടുമ്പോൾ 6 വരും. സോ 6 6
36 നമ്മുടെ ആൻസറായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കണക്കുകളാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ലാസ്റ്റ് ദിവസം ചെയ്ത മാത്സിൻ്റെ സെഷൻ ഒരു 10-30 മിനിറ്റ് ഉണ്ടായിരുന്നു. ഇത്തിരി ലെങ്തി ആയിപ്പോയി. 10 കണക്കാണ് അവിടെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അധികം കണക്ക് ചെയ്യാത്തത്. നമുക്ക് ഇത്തരത്തിൽ കണക്കുകളുടെ എണ്ണം കുറച്ച് സെഷനുകളുടെ എണ്ണം ഞാൻ കൂട്ടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത്രേ പറയുന്നുള്ളൂ. വീണ്ടും കാണാം. നമുക്ക് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പറയുക. അതനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും കേട്ടോ. വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.